Next topic in biophysics is X-ray crystallography. X-ray crystallography. അപ്പോൾ എല്ലാവർക്കും എക്സ്റേ എന്താണെന്നറിയാം. എക്സ്റേ ആർ ഷോർട്ട് വേവ് ലെങ്ത് റേഡിയേഷൻ. ഇപ്പോൾ ഷോർട്ട് വേവ് ലെങ്ത് റേഡിയേഷൻസ് ആണ് എക്സ്റേ. ഏകദേശം 1 to 10 ആംസ്ട്രോങ് ആണ് അതിൻ്റെ വേവ് ലെങ്ത് വരിക എക്സ്റേയുടെ. ഇപ്പോൾ എക്സ്റേ നമ്മൾ സാധാരണ ബോണൊക്കെ ഫ്രാക്ചറായാലും എക്സ്റേ എടുത്തിട്ടാണ് അതിന് ഇമേജ് പ്രോസസ് ചെയ്തിട്ടാണ് പ്ലാസ്റ്റർ ചെയ്യലോ അല്ലെങ്കിൽ സർജറി നടത്തലൊക്കെ എക്സ്റേ സ്റ്റഡി ചെയ്തിട്ടാണ്. ഇപ്പോൾ എക്സ്റേയുടെ പ്രത്യേകത വെച്ചാൽ എക്സ്റേ ക്യാൻ ബി റിഫ്ലക്റ്റഡ്, റിഫ്രാക്റ്റഡ്, ഡിഫ്രാക്റ്റഡ്, പോളറൈസ്ഡ് ആൻഡ് സ്കാറ്റേഡ് ലൈക്ക് ഓർഡിനറി ലൈറ്റ്. ഓർഡിനറി ലൈറ്റിനെ പോലെ എക്സ്റേ ക്യാൻ ബി റിഫ്ലക്റ്റഡ്, റിഫ്രാക്റ്റഡ്, ഡിഫ്രാക്റ്റഡ്, പോളറൈസ്ഡ് ആൻഡ് സ്കാറ്റേഡ് ലൈക്ക് ഓർഡിനറി ലൈറ്റ്. അപ്പം X-ray crystallography is a method used in the study of the molecular structure of complex organic molecules such as proteins, nucleic acid, etc. അപ്പോൾ 3-dimensional സ്ട്രക്ചർ പഠിക്കാൻ വേണ്ടി എക്സ്റേ ക്രിസ്റ്റലോഗ്രഫി മെയിനായിട്ട് ഉപയോഗിക്കുന്നത് 3D സ്ട്രക്ചർ പഠിക്കാനാണ്. ബയോമോളിക്യൂളിൻ്റെ, പ്രോട്ടീൻ്റെത്, അതേപോലെ ന്യൂക്ലിക് ആസിഡിൻ്റെ ഒക്കെ 3-dimensional സ്ട്രക്ചർ പഠിക്കാനാണ് നമ്മൾ എക്സ്റേ ക്രിസ്റ്റലോഗ്രഫി സാധാരണയായിട്ട് ഉപയോഗിക്കാറുള്ളത്. The technique was originally developed by Lawrence Bragg and William Bragg to study the crystal structure. ലോറൻസ് ബ്രാഗും വില്യം ബ്രാഗും ആണ് ആദ്യമായി ടെക്നിക്ക് ഡെവലപ്പ് ചെയ്തത്. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ ബ്രാഗ്സ് ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടാവും. അതായത് n ലാംഡ ഈസ് ഈക്വൽ ടു 2d സൈൻ തീറ്റ എന്നൊരു ഇക്വേഷൻ നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. ആ ഇക്വേഷൻ ഒരു പ്രധാനപ്പെട്ട റോള് ഈ പാറ്റേൺ ഉപയോഗിച്ചിട്ട് സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യുന്നതിലുണ്ട്. ഓക്കെ. ഇൻ എക്സ്റേ ക്രിസ്റ്റലോഗ്രഫി ദി എക്സ്റേസ് ആർ അലൗഡ് ടു ഇംപിഞ്ച് ഓൺ എ ഹൈ മോളിക്കുലർ വെയ്റ്റ് കോംപ്ലക്സ് മോളിക്യൂൾ സച്ച് ആസ് DNA, RNA ഓർ പ്രോട്ടീൻ. അപ്പോൾ ഹൈ മോളിക്കുലർ വെയ്റ്റ് ഉള്ള ചില കോംപ്ലക്സ് മോളിക്യൂൾസാണ് DNA, RNA, പ്രോട്ടീൻ. അങ്ങനെയുള്ള മോളിക്യൂളിൻ്റെ മുകളിലേക്ക് എക്സ്റേയെ ഇംപിഞ്ച് ചെയ്യും. ആസ് ദീസ് എക്സ്റേസ് പെനിട്രേറ്റ് ദി മാക്രോമോളിക്യൂൾ ദേ ഗെറ്റ് ഡിഫ്രാക്റ്റഡ് ആൻഡ് ആർ ദെൻ അലൗഡ് ടു ഫോൾ ഓൺ എ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ് വേർ ഇറ്റ് ഡെവലപ്സ് എ പാറ്റേൺ കോൾഡ് ഡിഫ്രാക്ഷൻ പാറ്റേൺ. സോ ദിസ് ടെക്നിക് ഈസ് അതർവൈസ് നോൺ ആസ് എക്സ്റേ ഡിഫ്രാക്ഷൻ ടെക്നിക്. ഇപ്പോൾ ഇവിടെ നിന്ന് സംഭവിക്കുക വെച്ചാൽ എക്സ്റേ ഒരു മാക്രോമോളിക്യൂളെ പെനിട്രേറ്റ് ചെയ്യുമ്പം അതെന്ത് ചെയ്യും? ദേ ഗെറ്റ് ഡിഫ്രാക്റ്റഡ്. ഈ ഡിഫ്രാക്റ്റ് ചെയ്തതിന് ശേഷം അത് ഒരു ഫോട്ടോഗ്രാഫി പ്ലേറ്റിലേക്ക് ആ ഡിഫ്രാക്ഷൻ പാറ്റേൺ റെക്കോർഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. അതായത് ദേ ഗെറ്റ് ഡിഫ്രാക്റ്റഡ് ആൻഡ് ദെൻ ദേ അലൗഡ് ടു ഫോൾ ഓൺ എ ഫോട്ടോഗ്രാഫി പ്ലേറ്റ്. അപ്പോൾ അവിടെ എന്താ പറയുക, ഫോട്ടോഗ്രാഫി പ്ലേറ്റിൽ ദേ ഡെവലപ്പ് ദി ഡിഫ്രാക്ഷൻ പാറ്റേൺ. ദിസ് ഡിഫ്രാക്ഷൻ പാറ്റേൺ ഉള്ളത് കൊണ്ടാണ് ഈ ടെക്നിക്കിന് വേറെ പേര് വിളിക്കുന്നത് എക്സ്റേ ഡിഫ്രാക്ഷൻ ടെക്നിക്ക് എന്ന് പറയും. ഒരു വെൽ ഓർഡേർഡ് ആയ ഒരു മാക്രോമോളിക്യൂൾ അല്ലെങ്കിൽ ഒരു ക്രിസ്റ്റൽ, അതിലൂടെ എക്സ്റേ ബീം സ്ട്രൈക്ക് ചെയ്യുന്നു. അതിനെ എക്സ്റേ ബീം സ്ട്രൈക്ക് ചെയ്യുമ്പം മെനി ഓഫ് ദി വേവ്സ് പാസ് ത്രൂ വിത്തൗട്ട് സിഗ്നിഫിക്കൻറ്റ് ഡിസ്റ്റർബൻസ്. ഒരു ഡിസ്റ്റർബൻസും ഇല്ലാതെ കുറേ വേവ്സ് ആ ക്രിസ്റ്റലിലൂടെ കടന്നു പോകും. ഹൗവർ സം ഓഫ് ദി വേവ്സ് ആർ ഡിഫ്രാക്റ്റഡ് വിച്ച് എമേർജ് in well-defined direction to form a symmetrical pattern of spot. അപ്പോൾ കുറേ എണ്ണം നേരിട്ട് കിടക്കും, കുറേ വേവ്സ് ഡിഫ്രാക്റ്റ് ചെയ്ത സംഭവമാണ് ഫോട്ടോഗ്രാഫി പ്ലേറ്റിൽ സ്പോട്ടായിട്ട് വരിക. ഓക്കെ. ഇഫ് എ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ് ഈസ് പ്ലേസ് ഇൻ ദി പാത്ത് ഓഫ് ദി റിഫ്ലക്റ്റഡ് ബീം എ പാറ്റേൺ ഓഫ് സ്പോട്ട് ഈസ് പ്രൊഡ്യൂസ് വിത്ത് ഡിഫറെൻറ്റ് സ്പേസിങ് ആൻഡ് ഇൻറ്റൻസിറ്റി. പല സ്പേസിങ്ങും പല ഇൻറ്റൻസിറ്റിയുള്ള എ പാറ്റേൺ ഓഫ് സ്പോട്ട് നമ്മൾ ഫോട്ടോഗ്രാഫി പ്ലേറ്റിലുണ്ടാവും. ഈ പാറ്റേൺ ഓഫ് സ്പോട്ടിനെ വിളിക്കുന്ന പേരാണ് ഡിഫ്രാക്ഷൻ പാറ്റേൺ എന്ന് വിളിക്കും. ഡിഫ്രാക്ഷൻ പാറ്റേൺ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇലക്ട്രോൺ ഡെൻസിറ്റി മാപ്പ് ഉണ്ടാക്കാൻ പറ്റും. അതിൻ്റെ ആംഗിൾ ഇതൊക്കെ സ്റ്റഡി ചെയ്തിട്ട് അതിൻ്റെ ക്രിസ്റ്റൽ ഇലക്ട്രോൺ ഡെൻസിറ്റി മാപ്പ് ഉണ്ടാക്കാൻ പറ്റും. ആ ഇലക്ട്രോൺ ഡെൻസിറ്റി മാപ്പ് നിന്നാണ് അത് റിഫൈൻ ചെയ്തിട്ടാണ് നമ്മൾ അതിൻ്റെ ആറ്റോമിക് മോഡൽ ഉണ്ടാക്കുക. അപ്പം ഇപ്പോൾ എക്സ്റേ ഡിഫ്രാക്ഷൻ എങ്ങനെ നടത്തുന്നതെന്ന് ഈ ഇമേജിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യം എക്സ്റേ ട്യൂബ്, എക്സ്റേ പ്രൊഡ്യൂസറും ആ എക്സ്റേ ഫിൽറ്റർ ഉപയോഗിച്ചിട്ട്
ഒരു കൊള്ളിമാറ്റർ ഉപയോഗിച്ചിട്ടാണ് ക്രിസ്റ്റലിലേക്ക് ഫോക്കസ് ചെയ്യുക. ഈ കൊള്ളിമാറ്റർ എന്ന് വെച്ചാൽ ഇത് വൈബ്രേറ്റ് ചെയ്ത് പോകാത്ത, എല്ലാ ഭാഗത്തേക്കും ഡയറക്റ്റ് ചെയ്ത് പോകാത്ത ഒറ്റൊരു ബീമായിട്ട് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൊള്ളിമാറ്റർ ഉപയോഗിക്കുക. അത് ക്രിസ്റ്റലിലേക്ക് ഫോക്കസ് ചെയ്തതിന് ശേഷം ക്രിസ്റ്റൽ അതിൻ്റെ എക്സ്റേ ആ ക്രിസ്റ്റലിൻ്റെ ഡിഫ്രാക്ഷൻ പാറ്റേൺ ഉണ്ടാക്കി ആ പാറ്റേണാണ് ഫോട്ടോഗ്രാഫിക് പ്ലേറ്റിലേക്ക് കിട്ടുക. അപ്പോൾ ഡിഫ്രാക്ഷൻ പാറ്റേൺ നമുക്ക് ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ഇലക്ട്രോൺ ഡെൻസിറ്റി മാപ്പ് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അതിനാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇക്വേഷനൊക്കെ ഉപയോഗിക്കുക. n ലാംഡ 2d സൈൻ തീറ്റ എന്നുള്ള ഇക്വേഷൻസൊക്കെ ഉപയോഗിച്ചിട്ട് ഇലക്ട്രോൺ ഡെൻസിറ്റി മാപ്പ് ഉണ്ടാക്കും. ഇലക്ട്രോൺ ഡെൻസിറ്റി മാപ്പ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ ആറ്റോമിക് മോഡൽ ഉണ്ടാക്കുക. അത് റിഫൈൻമെൻറ്റ് നടത്തിയിട്ടാണ് ആറ്റോമിക് മോഡൽ ഉണ്ടാക്കുക. ഇങ്ങനെയാണ് 3D സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യലും പഠിക്കുകയും ചെയ്യുക. ഓക്കെ. In 1953, Watson and Crick proposed the double helical model based on the X-ray diffraction study of Rosalind Franklin and Maury Wilkins. അപ്പോൾ വാട്സണും ക്രിക്കും ഡബിൾ ഹെലിക്കൽ മോഡൽ പ്രപ്പോസ് ചെയ്തത് റൊസാലിൻഡ് ഫ്രാങ്ക്ലിൻ്റെയും മോറി വിൽക്കിൻസിൻ്റെയും എക്സ്റേ ഡിഫ്രാക്ഷൻ സ്റ്റഡി ബേസ് ചെയ്തിട്ടാണ്. നമുക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് എന്താ, എക്സ്റേ ക്രിസ്റ്റലോഗ്രഫിയുടെ ആപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ഞാൻ പറഞ്ഞു, ദിസ് മെത്തേഡ് reveal the structure and function of many biological molecules including vitamins, drugs, proteins, nucleic acids such as DNA. അപ്പോൾ അതിൻ്റെ 3D സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നു. അതേപോലെ ടു സ്റ്റഡി മെനി മെറ്റീരിയൽസ് വിച്ച് ഫോം ക്രിസ്റ്റൽ like salts, metals, minerals, semiconductors, as well as inorganic, organic and biological molecules. ഇത്രമാത്രമാണ് നമുക്ക് ബേസിക്സ് ആയിട്ട് എക്സ്റേ ക്രിസ്റ്റലോഗ്രഫിയെ കുറിച്ച് പഠിക്കാനുള്ളത്. ഓക്കെ, താങ്ക് യു ഫോർ ലിസണിങ്.